ആത്മീയകഥകളിലേക്ക് സ്വാഗതം. ആത്മീയകഥകളിൽ ഇന്ന് നാം മനസ്സിലാക്കുന്നത് നമ്മുടെ ഓറയുടെ ശക്തി എങ്ങനെ കൂട്ടാം. അതെ, ഓറ എന്നാൽ ആത്മീയതയിൽ നമ്മുടെ ശക്തി സ്രോതസ്സ് തന്നെയാണ്. സ്ഥൂല ശരീരത്തിലെ സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ സൂക്ഷ്മ വലയം. അവിടെ മാലിന്യപ്പെടുമ്പോഴാണല്ലോ സർവ്വതത്തിലുള്ള മൂല്യച്യുതിയും ഉണ്ടാകുന്നത്. ഇതിനെയൊക്കെ ഒന്ന് റീപ്രോഗ്രാം ചെയ്യലാണ് സത്യത്തിൽ ആധ്യാത്മികതയിലെ എല്ലാ അടിസ്ഥാന ചിട്ടകളും ചടങ്ങുകളും. അപ്പോൾ നമ്മൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക എന്ന് പറയും. ഇപ്പോൾ രണ്ട് വിധത്തിൽ നമ്മുടെ ശരീരത്തിന് പുറമേയും ശരീരത്തിന് അകമേയും ക്ലീനിങ് അല്ലെങ്കിൽ ക്ലെൻസിങ് എന്ന് പറയുന്നത് നിത്യനിതാന്തമായ രീതിയിൽ മുടങ്ങാതെ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിലൂടെ മാത്രമേ ഓറയുടെ ശക്തി, നമ്മുടെ ശക്തി വർദ്ധിക്കുകയുള്ളൂ. ഈ എനർജി ലോസാണ് സർവ്വ പ്രശ്നങ്ങൾക്കും കാരണം. ഭൗതികമായിട്ട് നമ്മുടെ ശരീരത്തിന് പലർക്കും നല്ല ആരോഗ്യമുണ്ടായിരിക്കും, മുറിപാടുകളൊന്നും തന്നെ ഇല്ല. കണ്ടിട്ടില്ലേ, അവർ ഒരേ കിടപ്പായിരിക്കും, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരുപാട് ശ്രമിക്കുന്നുണ്ടാവും നമ്മൾ ജീവിതത്തിൽ ഉന്നമനത്തിന്, പക്ഷേ ശ്രമിക്കുന്ന എല്ലാം പരാജയത്തിലേക്ക് പോകുന്നു. അപ്പോഴാണ് പലപ്പോഴും ഇത് ഗ്രഹപ്പഴയാണോ അല്ലെങ്കിൽ എൻ്റെ വിധിയാണോ, വിധിയൊക്കെ പഴിച്ച് പിന്നീട് നമ്മൾ പൂജയും വഴിപാടും ഒക്കെ ആയിട്ട് പോകാൻ കാരണം അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള എനർജി ലോസാണ്. നമുക്ക് ചുറ്റും കാണുന്നതെല്ലാം എനർജിയുടെ വ്യത്യസ്ത വകഭേദങ്ങൾ തന്നെയാണ്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഈ എനർജിയെ ശാക്തീകരിക്കുവാൻ അല്ലെങ്കിൽ ഓറയെ ശക്തിപ്പെടുത്തുവാൻ ശരീരത്തിനും ചെയ്യേണ്ടതായിട്ടുണ്ട്. ശരീരത്തിനകത്തുള്ള സൂക്ഷ്മ ശരീരത്തിലും ചില കാര്യങ്ങൾ ചെയ്യുക. അതിൽ വളരെ പ്രധാനം നമുക്കറിയുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യുക എന്നുള്ളതാണ്. അറിയുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്താൽ അറിയാത്ത കാര്യങ്ങൾ തന്നെ വന്നു ചേരും എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് സ്ഥൂല ശരീരത്തെ സംബന്ധിച്ചാണ് പലർക്കും നല്ലതുപോലെ അറിയാവുന്നത്. അതുപോലും വ്യക്തമല്ല നമ്മുടെ ഈ ശരീരത്തിൻ്റെ അത്ഭുതങ്ങൾ, അത്ഭുത പ്രഹകൾ. എത്രയോ മഹാ അത്ഭുതമാണ് നമ്മുടെ ശരീരം, മനുഷ്യ ശരീരം. അതിൽ എത്രയോ അത്ഭുതമാണ് തലച്ചോറ്. മനുഷ്യന് ഇത്രയൊക്കെ ശാസ്ത്രം വികസിച്ചിട്ടും നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ആ അപാരമായ പവർ, കഴിവുകളെപ്പറ്റി ഒരു 3% പോലും മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഈ ശരീരം അവിടെ ശാക്തീകരിക്കുവാൻ ആദ്യം വേണ്ടത് നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ കുളി തന്നെയാണ്. ബാഹ്യമായ കുളി, ശാസ്ത്രീയമായ ആത്മീയമായ കുളി തന്നെ വേണം. പലപ്പോഴും ഇപ്പോഴുള്ള സ്പീഡ് യുഗത്തിൽ നമ്മൾ ഒരു കർത്തവ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടമ ചെയ്യുന്ന പോലെ അങ്ങ് കുളിച്ചു പോരുകയാണ്. എന്തിനാണ് ഈ കുളി? കുളി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥൂല ശരീരത്തിൽ സദാസമയവും മാലിന്യമായിക്കൊണ്ടേയിരിക്കുകയാണ്. ഡെഡ് സെൽസ്, ചത്ത ജഡവസ്തു ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ നോക്കിയാലും കോടിക്കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമാണ്. ഈ ഓരോ ജീവകോശങ്ങളും അനുനിമിഷം ജഡമായിക്കൊണ്ടിരിക്കുക, മരിച്ചു പോവുകയാണ്. പുതിയതുണ്ടാകുന്നുമുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരവും വെള്ളവും വായുവിലൂടെ, ബ്ലഡ് സർക്കുലേഷനിലൂടെ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു, ഒപ്പം പഴയ നശിക്കുകയും ചെയ്തു. നശിച്ച ജീവകോശങ്ങൾ, ജഡം പുറത്തേക്ക് വമിക്കുന്നു. നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ പാമ്പൊക്കെ പടം പൊഴിക്കുന്നത്? ഇതേപോലെ നമ്മളിലും പൊഴിക്കുന്നുണ്ട് അനുനിമിഷം. ഓരോ മണിക്കൂർ കഴിയും തോറും ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഈ ജഡവസ്തുക്കൾ ശരീരത്തിൽ പറ്റിച്ചിരിക്കുകയാണ്. അതിസൂക്ഷ്മമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൺ, അവയവം എന്ന് പറയുന്നത് ത്വക്കാണ്, സ്കിന്നാണ്. ഈ സ്കിന്നിൽ ഒരു സ്ക്വയർ ഇഞ്ചിൽ ഏകദേശം 3000-ഓളം സുഷിരങ്ങളാണുള്ളത്. സുഷിരം. ഈ സുഷിരങ്ങൾ ക്ലീനായിട്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള കോസ്മിക് അല്ലെങ്കിൽ ഉള്ളിലുള്ള ആ ഓറയും പ്രപഞ്ച ഊർജവുമായി കണക്ഷൻ കിട്ടുകയുള്ളൂ. ഇവിടെ കട്ടാകാൻ, ഓറ മാലിന്യപ്പെടാനുള്ള കാരണം നമ്മളുടെ തന്നെ ശരീരത്തിലെ ഡെഡ് സെൽസ് വന്ന് അടിഞ്ഞുകൂടുന്നു. ഏതുള്ള അവസ്ഥയിൽ കുളിക്കാതിരുന്നാൽ. അപ്പോൾ കുളി എങ്ങനെയായിരിക്കണം? കഴിവതും ഒഴുക്ക് ജലത്തിൽ. പണ്ടുള്ള ആൾക്കാർ നമ്മളറിയാം, നദികളിൽ നീന്തി കുളിക്കും അല്ലെങ്കിൽ കുളത്തിൽ മുങ്ങിക്കുളിക്കും. നിരവധി സമയം ജലത്തിൽ ചെലവഴിക്കുമ്പോൾ ശരീരത്തിൽ പറ്റിയിരിക്കുന്ന പരമാവധി ഈ പറയുന്ന ഡെഡ് സെൽസ് ഒഴിഞ്ഞു പോകുന്നു. അപ്പം ഓരോ ഹോളും ക്ലിയർ ആയി കഴിയുമ്പോഴോ അങ്ങനെ കുളിച്ച് വന്നു കഴിയുമ്പോൾ വല്ലാത്തൊരു ഫ്രഷ്നെസ് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ നമ്മൾ സാധാരണ ബാത്റൂമിൽ നല്ല ഷവറിൽ അല്ലെങ്കിൽ വെള്ളം കൂരിയൊക്കെ കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമല്ലേ. ഈ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് അല്ലെങ്കിൽ ഓറ കണ്ടാമിനേറ്റുള്ള ആൾക്കാർ കുളിയൊക്കെ മാറ്റി വെക്കും. പലപ്പോഴും അവർക്ക് വെള്ളം കാണുന്നത് തന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇതിങ്ങനെ അടിഞ്ഞുകൂടി ചൂട് പിടിക്കും. ചൂട് പിടിക്കുമ്പോഴാണല്ലോ പ്രശ്നം ഉണ്ടാകുന്നത്.
ഇങ്ങനെ പ്രശ്നം മാനസികമായിട്ടുള്ള വിഭ്രാന്തി വരുമ്പോൾ, ചിത്തം നഷ്ടപ്പെടുമ്പോൾ, ചിത്തഭ്രമത്തിനാണ് പിന്നെ നമ്മൾ ചികിത്സയ്ക്ക് പോകുമ്പോൾ നെല്ലിക്കാത്തളവൊക്കെ വെക്കുന്നത് തണുപ്പിക്കാൻ. ഇപ്പോൾ കുളി എന്ന് പറയുന്നത് അത് ഭംഗിയായ രീതിയിൽ ശാസ്ത്രീയമായി ചെയ്താൽ തന്നെ എന്തായി, നല്ല ആരോഗ്യമായി ഓറ ക്ലെൻസ്ഡ് ആകും. നമ്മുടെ ഓറയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കൊടുക്കുന്നതെന്തും അത് അതേപോലെ കയറി പിടിക്കുക എന്നുള്ളതാണ്. ശരീരത്തിൻ്റെ കേസ് സ്ഥൂല ശരീരത്തിന് കൊടുക്കുന്നതും അതേപോലെ എടുക്കില്ല, ആവശ്യമില്ലാത്തത് അത് ബഹിർഗമിക്കും, പുറത്തോട്ട് കളയും, റിജക്റ്റ് ചെയ്യും. ഇപ്പം നമ്മൾ കേടായ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരം അത് സ്വീകരിക്കില്ല, ചിലപ്പോൾ വൊമിറ്റ് ചെയ്യും അല്ലെങ്കിൽ റിയാക്ഷൻ കാണിക്കും. അത് സ്ഥൂല ശരീരത്തിന്. പക്ഷേ സൂക്ഷ്മ ഓറയ്ക്ക് എന്ത് കൊടുത്താലും അത് അതേപോലെ കോപ്പി ചെയ്യുന്നതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. മാലിന്യം പെട്ടെന്ന് കയറി പിടിക്കുന്നതോടൊപ്പം തന്നെ ക്ലെൻസ് ചെയ്യാൻ പുറമേ ഉള്ളത് ശരീരശുദ്ധി വളരെ പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അഗ്നിശുദ്ധി. അഗ്നി കൊണ്ട് നമ്മുടെ ശരീരപാസകലം ഒന്ന് ഒഴിഞ്ഞാൽ, അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ ഈ വീട്ടിലേക്കൊക്കെ പുതിയ ആൾക്കാർ അല്ലെങ്കിൽ വിവാഹമൊക്കെ കഴിഞ്ഞ് പെൺകുട്ടിയും വധുവും മരണം കയറുമ്പോൾ അവിടെ ഒഴിഞ്ഞിട്ടാണ് കിട്ടുക, കർപ്പൂരം ഒഴിഞ്ഞ് കയറ്റും. കാരണം അത്രയും സമയം ഉണ്ടായിരുന്ന നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ, മറ്റുള്ളവരുടെ കണ്ണുദോഷം, പ്രാക്കുദോഷം ഇതെല്ലാം വലിച്ചുകൊണ്ട് ഈ വീട്ടിലോട്ട് കയറരുത്, അഗ്നിയിൽ ഒഴിയുക. ദീപാരാധന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, അത്രയും സമയം ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവിടെ ചൊരിയുകയാണ് ഭക്തരായിട്ടുള്ള ആൾക്കാർ വന്ന്. അപ്പോൾ നട തുറന്നു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ഒരു നെഗറ്റീവായിട്ടുള്ള വൈബാണ്. അതെല്ലാം ഈ വിഗ്രഹത്തിൻ്റെ സമീപത്തേക്കാണ് എത്തുന്നത്. അപ്പോൾ വിഗ്രഹത്തിൽ എന്ത് ചെയ്യുന്നു, ദീപം കൊണ്ടുള്ള ഒഴിച്ചിൽ ദീപാരാധനാ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം എപ്പോഴും ഓറ ക്ലെൻസ്ഡ് ആകാൻ ദീപം അടുത്ത് വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ, നിരവധി വിളക്കുകൾ കത്തിച്ച് വെച്ച്, 5 തിരിയിട്ട വിളക്ക്, അല്ലെങ്കിൽ പലപ്പോഴും പല അഗ്നിയുടേതായ അംശങ്ങൾ വെച്ചുകൊണ്ട് അതിന് നടുക്കിരുന്നിട്ടുള്ള ധ്യാനം, ഇതെല്ലാം ഓറയെ ക്ലെൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. മറ്റൊന്ന് നമുക്ക് അകത്തുള്ളതാണ്. പുറമേ ഇങ്ങനെ ക്ലെൻസ് ചെയ്യാം അല്ലെങ്കിൽ ശുചീകരിക്കാമെങ്കിൽ അകമേ എന്തു ചെയ്യും, പുറമേ നമുക്ക് വെള്ളം ഒഴിച്ചോ സോപ്പിട്ടോ വാഷ് ചെയ്യാം. അകത്ത് പിടിച്ചിരിക്കുന്ന മാലിന്യത്തെ വിയർത്ത് തന്നെ കളയണം. അതായത് രാവിലെ നല്ലതുപോലെ ഒന്ന് ശരീരം വിയർക്കത്തക്ക രീതിയിലുള്ള പ്രക്രിയകളിൽ ഏർപ്പെടുക എന്ന് പറയും. അതിനുശേഷം കുളി. അപ്പോൾ പണ്ടുള്ള ആൾക്കാർ പുലർച്ചെ എഴുന്നേറ്റ് തൊടിയിലേക്ക് ഇറങ്ങും, അവിടെ ഇച്ചിരി അധ്വാനിക്കും. ഇപ്പോഴാണെങ്കിൽ നമ്മൾ നടക്കുക അല്ലെങ്കിൽ ശരിയായ എക്സസൈസ്, വ്യായാമം ശരീരത്തിന് കൊടുക്കുക. അങ്ങനെ വിയർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ല വലിയൊരു ഗ്ലാസ്സിൽ നിറയെ ചൂടുവെള്ളം ഊതി കുടിക്കത്തക്ക രീതിയിൽ അതാദ്യം വെറും വയറ്റിൽ കുടിക്കുക. അതിനുശേഷം കൈ വീശി നടക്കുക, 40 മിനിറ്റെങ്കിലും കുറയാതെ, മിനിമം 20 മിനിറ്റ് അങ്ങോട്ട് നടക്കുക, 20 മിനിറ്റ് തിരിച്ച് നടക്കുക. തിരിച്ച് വരുമ്പോൾ ശരീരം വെട്ടി വീർത്തിരിക്കണം. അപ്പോൾ നമ്മുടെ തലേ ദിവസം നമ്മൾ ഉള്ളിലേക്ക് കഴിച്ചിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ, അതിലുണ്ടായിരുന്ന എണ്ണയായിക്കോട്ടെ വഴുക്കായിക്കോട്ടെ, ഇതെല്ലാം ശരീരത്തിൽ അടിഞ്ഞുകൂടി ഈ ഓറയും മാലിന്യം പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വാഷിങ്ങിലൂടെ അകമേ നിന്ന് എല്ലാം പുറത്ത് കളയാൻ സാധിക്കും. മറ്റൊന്ന് നേരത്തെ പറഞ്ഞ ജീവിതചര്യയാണ്. നമ്മൾ പറഞ്ഞു ഉറക്കം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഉറക്കം നഷ്ടപ്പെടുമ്പോഴെല്ലാം രൗദ്രത, പൈശാചികത അടിഞ്ഞുകൂടും. അപ്പം നേരത്തെ തന്നെയുള്ള ഉറക്കവും പുലർച്ചെ ഉള്ള ഉണർച്ചയും, പുലർച്ചെ ഉണരുന്ന വ്യക്തികൾക്കെല്ലാം എപ്പോഴും ഓറ നല്ല ക്ലെൻസ്ഡ് ആയിരിക്കും. അങ്ങനെ പുലർച്ചെ ഉണർന്ന് നമ്മൾ ചെയ്യേണ്ട ക്രിയകളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് ചെയ്യുക എന്ന് പറയും. ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ പലപ്പോഴും മാലിന്യം കൂടുതൽ പിടിക്കുകയാണ് ചെയ്യുക, ഏറ്റവും ലേറ്റായിട്ട് ഉണരുന്ന ഒരു പ്രക്രിയ. അതിനു മുമ്പ് പുലർച്ചെ ഉണരാൻ സാധിക്കുക. ഒപ്പം നമ്മുടെ മനസ്സിന് കൊടുക്കേണ്ട, മനസ്സിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്ന ശാന്തിയാണ്. ഈ ശാന്തി ആണ് സ്വഭാവം. ഈ സ്വഭാവത്തിൻ്റെ അഭാവമാണ് പ്രശ്നം. അപ്പം ഓറ ക്ലെൻസ് ആകണമെങ്കിൽ കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും ധ്യാനം എന്ന് പറയുന്നത്, രാവിലെ എഴുന്നേറ്റ് ധ്യാനിക്കുക എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ, ധ്യാനം നമ്മളിലേക്ക് തന്നെയുള്ളൊരു ചിന്ത എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നും ചിന്തിക്കാതെ ഇരിക്കാൻ പറ്റില്ല. ചിന്തകളുടെ എണ്ണത്തെ കുറച്ചുകൊണ്ട് പരമാവധി നിശ്ചലാവസ്ഥയിലേക്ക് മനസ്സിനെ നിർത്തുക. അപ്പോഴും എന്താകുന്നു, ഓറ ക്ലെൻസ്ഡ് ആകുന്നു. മറ്റൊന്ന്, നമ്മൾ അധിവസിക്കുന്ന പ്രദേശം എവിടെയാണോ അവിടെ എല്ലാം നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കുക എന്നുള്ളതാണ്. ക്ലീൻ ആയിരിക്കുക, അടുക്കും ചിട്ടയോടും കൂടി പരിപാലിക്കുക. അടുക്കും ചിട്ടയോടും കൂടി പരിപാലിക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധ പതിയുന്നിടത്തെല്ലാം അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഓറയെ ക്ലെൻസ്. ഇതെല്ലാമാണ് ഒരു ദേവാലയത്തിൽ പോകുമ്പോൾ നാം കാണുന്നത്. ശബ്ദം കൊണ്ടെല്ലാം നല്ല നല്ല ആത്മീയതയിലേക്ക് ഉയർത്തുന്ന ശബ്ദതരംഗങ്ങൾ, ശ്ലോകങ്ങളായിക്കോട്ടെ, കീർത്തനങ്ങളായിക്കോട്ടെ, നാമജപങ്ങളായിക്കോട്ടെ, പിന്നെ കാഴ്ചയിലെല്ലാം അടുക്കും ചിട്ടയോടും കൂടി ഉള്ളിലേക്ക് സന്തോഷം പ്രദാനം ചെയ്യത്തക്ക ഇമേജുകളാണ്.
അപ്പോൾ ഓഡിറ്ററി ഉണ്ട്, വിഷ്വലുണ്ട്. പിന്നെ അവിടെ പലപ്പോഴും താളാത്മകമായിട്ടുള്ള ചലനങ്ങൾ, നമ്മൾ കൈയടിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, തലയനക്കി പ്രാർത്ഥിക്കാറുണ്ട്, അവിടെ നമ്മൾ നമസ്കരിക്കാറുണ്ട്. അപ്പോൾ ശരീരത്തിന് വേണ്ട ആക്ടിവിറ്റികൾ, ഇത് മൂന്നും ഒരുമിച്ച് സമന്വയിക്കുമ്പോഴാണ് ഓറ ക്ലെൻസ്ഡ് ആകുന്നത്. ഒരു ഏത് ദേവാലയമാണെങ്കിലും അവിടേക്ക് പോകുമ്പോൾ നമ്മുടെ എനർജി ആയിട്ടുള്ള ഓറയെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന സംവിധാനങ്ങളാണ് അവിടെ ഡെലിബ്രേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ സിസ്റ്റത്തിലൂടെ പോകുമ്പോൾ അല്ലെ എല്ലാ ദിവസവും അത് പതിവാക്കുമ്പോൾ തന്നെ ഓറ ക്ലെൻസ്ഡ് ആകുന്നു, ശുദ്ധീകരിക്കുന്നു എന്നർത്ഥം. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് ഈ ഒരു വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.